ആദർശ പോരാട്ടം നടത്താൻ വരക്കൽ തങ്ങളുണ്ടാക്കിയ ഒരു സമസ്തന്റെ മിനുട്സ് ബുക്കും കൊടിയും ഞങ്ങളെ കയ്യിലാണെന്ന് കവലകളിൽ വന്ന് അഹങ്കരിച്ച് കാന്തപുരം ഉസ്താദിനെ കല്ലെറിയുന്ന ഒരു സമസ്തയുടെ സെക്രട്ടറിയുടെ പേരിൽ ചന്ദ്രികയിൽ ലേഖനം വരികയാണ്. നാട്ടിലാകെ പാട്ടാകുക. എന്നിട്ട് തന്റെ പേരിൽ തന്റെ അനുമതിയില്ലാതെ എഴുതപ്പെട്ട ഒരു ലേഖനത്തെ തിരുത്തിക്കാൻ ഇന്നും ഒരു സമസ്തന്റെ സെക്രട്ടറിക്ക് കഴിഞ്ഞില്ലാന്ന് പറഞ്ഞാൽ അതിന്റെ പേരല്ലേ ഒയലിച്ചാണ് അല്ലേ? നിങ്ങളൊന്ന് പറഞ്ഞാണി. ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, ഞങ്ങളെ സമസ്തന്റെ സെക്രട്ടറി പോകട്ടെ, മുശാവറ മെമ്പർ പോകട്ടെ, ഈ പ്രാസ്ഥാനിക സംവിധാനത്തിലെ ഒരു യൂണിറ്റിലെ ഒരു എസ്.ബി.എസിന്റെ യൂണിറ്റ് സെക്രട്ടറിയുടെ പേരിൽ ഈ രാജ്യത്തെ വഹാബീസത്തെ ന്യായീകരിച്ചുകൊണ്ട് ലേഖനം അച്ചടിക്കാൻ ധൈര്യമുള്ള ഒരു മാധ്യമ സംവിധാനം ഈ രാജ്യത്തില്ല. ഞങ്ങളെ സംഘടനയും ആദർശവും വ്യക്തിത്വവും സമൂഹത്തിനറിയാം. ഇങ്ങളെ എതിർത്ത എന്തുണ്ടാവുന്ന നിങ്ങള് രാവിലെ ലേഖനം കൊടുത്തിനെതിരെ വല്ല പ്രസ്താവന ഇറക്കിയ കേരളത്തിലെ 100 കണക്കിന് മുദരിസുമാരുടെ ഉച്ചക്ക തട്ടിപ്പാത്രം മുടങ്ങും. ചന്ദ്രികനും ലീഗിനും കുറ്റം പറയാനാണെങ്കിൽ മൂലരെ നല്ല മട്ടത്തിൽ ദർശനം നടത്തുന്ന കിറാത്ത് വെക്കണ കുത്തുപോകുന്ന ഏപ്പിക്കാരില്ല, നിങ്ങളെ പിന്നാലെ നടക്കണോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്ക്. എന്നിട്ട് ആ ചന്ദ്രികയിൽ ലേഖനം അച്ചടിച്ച് ലേഖനം എഴുതിയിട്ട് ആലിക്കുട്ടി മൂലർക്ക് വായിച്ചു കേൾപ്പിച്ചു കൊടുത്തപ്പോ ആലിക്കുട്ടി മുസ്ലിയാർ പറഞ്ഞതിൽ അത് കൊടുക്കണ്ടെന്ന്. എന്നിട്ടും കൊടുത്തു. ഡബിൾ കുരുത്തക്കേടായില്ലേ? അറിയാതെ കൊടുക്കലൊരു കുരുത്തക്കേട്. കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും കൊടുക്കുകയാണെങ്കിൽ പേരും കുരുത്തം കെട്ട ആളല്ലേ. പിന്നെ ആ ചന്ദ്രികമ തൊടാൻ പാടുന്ന ആരാത് ചെയ്യുന്നത്? നിങ്ങള് വൈസ് പ്രസിഡന്റ് ഇറക്കണ ചന്ദ്രികയിൽ സെക്രട്ടറിയുടെ പേരിൽ മാണ്ടാത്തരം. ചന്ദ്രികന്റെ നേതാവ് പാണക്കാട് ഹൈദരലി തങ്ങൾ പാപ്പയാണ്. അത് ആലിക്കുട്ടി മുസ്ലിയാരുടെ സഹപ്രവർത്തകനാണ്. ആ ആലിക്കുട്ടി മുസ്ലിയാർ എന്ന സ്വന്തം പ്രസ്ഥാനത്തിലെ സെക്രട്ടറിയുടെ പേരിൽ സ്വന്തം നേതൃത്വം കൊടുക്കുന്ന ചന്ദ്രികയിൽ അനുമതിയില്ലാതെ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടു ലേഖനം. എന്നിട്ട് അതൊക്കെ പാടെ വല്യടങ്ങാറായി. എന്നിട്ട് ഇങ്ങനെ ഈ വളഞ്ഞിയിൽ കുടുങ്ങിയ ഈച്ചന്റെ മാതിരി ഇങ്ങനെ മുറലാണ് അമ്പലക്കടവ്. സോഷ്യൽ മീഡിയയിലൊക്കെ എന്താണ് വിഷയമായപ്പോ അമ്പലക്കടവിന്റെ ഒരു ന്യായീകരണം കേട്ടോളി. ഞമ്മക്ക് ഓരോ തമാശ കിട്ടണ കോലം നോക്കി നിങ്ങളെ. അസരി, അങ്ങനെ സോഷ്യൽ മീഡിയ പല ദുഷ്പ്രകടനം നടക്കും. സോഷ്യൽ മീഡിയയിൽ എ.പി. ഉസ്താദിനെ പറ്റിയാണെങ്കിൽ മുസാഹിബിൽ വന്ന മാതിരിയാ. ഓരെ പറ്റിയാണെങ്കിൽ ദുഷ്പ്രചരണ. എന്താ മനുഷ്യന്മാരെ നിങ്ങളെപ്പോലെ എല്ലാരും മൂക്ക് കീഴ്പ്പെട്ട ഞാൻ. ആലിക്കുട്ടി ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ലെറ്റർ പേരില് ഈ കത്ത് സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ട് അഴുസാന്റെ കൈപ്പട അറിയാം. കോഴിക്കോട് സമസ്തയുടെ ഓഫീസിലേക്കും ചേളാരി ഓഫീസിലേക്കും അതിന്റെ അയച്ചു കൊടുത്തു ഇമെയില്. എന്നിട്ട് നേരിട്ട് ചന്ദ്രികയില് കോഴിക്കോട് ഓഫീസിൽ നിന്ന് സ്റ്റാഫ് എഡിറ്ററെ കയ്യിൽ ഈ കത്ത് ഇന്ന് ഉച്ചക്ക് 3 മണിക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. എന്താ ഇതൊക്കെ പറഞ്ഞാലേ? എന്താ കാട്ടുക മൂല്യന്മാരുടെ ഗതികേട് നോക്കിങ്ങള്. എന്താ പഞ്ഞ് കാട്ടണ്? ഇനി അത് സഹിക്കന്നെ. അട്ടിപ്പാത്രം അവിടുന്ന വരണ്ടേ. ലെറ്റർപേട് അങ്ങനല്ല ഇങ്ങനല്ല പറഞ്ഞാലേ ഒക്കെ ഈ ബാലിശമായ വാദമാണ്, കുട്ടികളെ വാദമാണ്. അല്ലെങ്കിൽ ആലിക്കുട്ടി സാറിന് വിളിച്ചു ചോദിച്ചാൽ പറയാം ലെറ്റർപേട് മാറ്റി എഴുതിക്കണം. അതൊന്നും വേണ്ട. നേതാവാണെങ്കിൽ തിരുത്തണ് കൊടുത്താൽ പിറ്റേതാണ് പേരുണ്ട് ജനറൽ സെക്രട്ടറി ഉള്ളത്. പിന്നെ ചന്ദ്ര കിട്ടിയില്ല ഞാൻ പറഞ്ഞല്ലോ. ചന്ദ്ര കയ്യോടെ കൊണ്ടുകൊടുത്തേക്കാണ്. കിട്ടിയിട്ടില്ലാതെ പറ്റില്ല. കാരണം മെയിൽ പ്രിന്റ് എടുത്തിട്ട് ഓഫീസിൽ നിന്ന് ഒരു സ്റ്റാഫ് ഔദ്യോഗികമായിട്ട് നേരിട്ട് ഇനി അങ്ങനെ കിട്ടില്ല എന്ന് പറയേണ്ട ആൾക്ക് കയ്യിൽ കൊണ്ടുകൊടുത്തേക്കാണ്. നിക്കാതെ നടത്തുന്ന മാതിരിയാ കൊണ്ടേ കൊടുത്തു. ആലിക്കുട്ടി മുസ്ലിയാരെ തീർത്ത് ചന്ദ്രികക്കാരൻ എന്ത് ചെയ്തു? നേരെ അപ്പുറത്തുണ്ട് ചവറ്റ് കൊട്ടായി കണ്ടിട്ട് ലേഖനാണ് പ്രസിദ്ധീകരിച്ച് മുജാഹിദിനെ ഉഷാറാക്കിയാണ്ട് കൊടുത്ത തിരുത്തം ചെയ്തു. അപ്പുറത്തുള്ള ഇടത്തെ ഭാഗത്തെ കൊട്ടി കണ്ടിട്ട്. കാരണം അത് കൊട്ടിയിലിടാൻ വേണ്ടുള്ളൂ എന്ന് ഓൽക്ക് തോന്നി. അതന്നെ. പിന്നത്തെ മൂന്നാമത്തെ പ്രശ്നം പറഞ്ഞത്, പിന്നെ ഈ ലേഖനം ആലിക്കുട്ടി ഉസ്താദ് തന്നെ എഴുതി നോക്കി ആക്കിയതാണ്. ചന്ദ്രികയിൽ നിന്ന് ഇങ്ങനെ ലേഖനം കൊടുക്കട്ടെ എന്ന് ഉസ്താദിനോട് ചോദിച്ചതാണ്. ഉസ്താദ് നോക്കാൻ വേണ്ടി നോക്കണമെന്നല്ലോ കൊടുത്തു. ഉസ്താദ് നോക്കി. പുറത്ത് റഷീദ് ഫൈസ് നാട്ടുകളിൽ നോക്കിയിട്ട് ഒരു നിരക്കും കൊടുക്കാൻ പറ്റാത്ത ലേഖനാണെന്ന് അറിയിച്ചു. അപ്പൊ ഞാൻ പരിഷ്കരിച്ച് മാറ്റി എഴുത്തരോ ഇതിന് വേണ്ട കറക്ഷൻ വരുത്തു. ആ പട്ടിക്കാട് സമ്മേളന തിരക്കിലായതുകൊണ്ട് ഇപ്പൊ പറ്റൂല, സമ്മേളനം കഴിയട്ടെ എന്ന് പറഞ്ഞു. അത് വീണ്ടും വിളിച്ചു. എങ്ങനെയാലും ഇപ്പൊ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ടും അവർ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടും അത് അതിലംഘിച്ചുകൊണ്ട് കൊടുത്തു എന്ന് ഉസ്താദ് എന്നോട് നേരിൽ പറഞ്ഞതാണ്.
നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചന്ദ്രികക്കാരൻ നിങ്ങളെ എഴുത്ത് വല്ല പുതുമയാകണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഒരു പ്രസ്ഥാനത്തിന്റെ ഗതികേട്. നിങ്ങൾ ഫാത്തി ഓതി കൊടുക്കാൻ വേണ്ടുള്ളൂ. മോലേരെ ഓതിക്കാണെങ്കിൽ ഫാത്തിയ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിനെ